കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത വനമേഖലയിലെ നിർമ്മാണങ്ങൾ തടഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ ഇടുക്കിയിൽ ഇന്ന് ഹർത്താൽ. വെള്ളത്തൂവൽ, അടിമാലി, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ UDF ആണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അടിമാലി പഞ്ചായത്തിൽ LDF-ഉം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാഹുൽ സുരേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. അപ്പൊ രാഹുൽ, ഇടുക്കിക്കാർക്കെല്ലാം വേണ്ടി ഈ ഹർത്താലിന്റെ വിശദാംശങ്ങൾ തന്നെ പറയൂ. റോഷിനി, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിലെ 3 പഞ്ചായത്തുകളിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് 3 പഞ്ചായത്തുകളിൽ ഹർത്താൽ ആചരിക്കുന്നത്. അടിമാലി, പള്ളിവാസൽ, വെള്ളത്തൂവൽ പഞ്ചായത്തുകളിൽ UDF ആണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അടിമാലി പഞ്ചായത്തിൽ LDF-ഉം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ജനജീവിതത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം പ്രാദേശികമായി ഹർത്താലിനെതിരെ വലിയ രീതിയിൽ വികാരമുണ്ട്. കാരണം പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഹർത്താലിനെ എതിർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടന്നു വരുന്നുണ്ട്. കാരണം ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളുടെ വഴിമുടക്കിക്കൊണ്ടല്ല ഹർത്താൽ വേണ്ടത്. പകരം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പോയി ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിക്കണം എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമാണ് പ്രാദേശിക ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. അതേസമയം ഹർത്താലുമായി മുന്നോട്ട് പോവുകയാണ് LDF-ഉം UDF-ഉം. റോഷ്നി സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത വനമേഖലയിലെ നിർമ്മാണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നലെ തടഞ്ഞിരുന്നു. ഇത് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ ദേശീയപാത നിർമ്മാണത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇതിനെ എതിർത്തുകൊണ്ടാണ് LDF-ഉം UDF-ഉം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ഹർത്താൽ എങ്ങനെയാകുമെന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായും കാത്തിരിക്കാം. വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും ഹർത്താലിന്റെ പോക്കെന്ന് നമുക്ക് നോക്കാം.